തെങ്കാശിക്ക് പോവാട്ടോ. നിങ്ങൾ തെങ്കാശി കണ്ടിട്ടില്ലല്ലോ. പപ്പയുണ്ട്, വെല്ലുപപ്പയുണ്ട്, മമ്മിയുണ്ട്, പ്രിയ ചേച്ചിയുണ്ട്, അമ്മയുണ്ട്, ഞാൻ. ഗായ്സ്, നമ്മളിപ്പോ തെങ്കാശിക്ക് പോകുന്ന വഴിയാണ്. അപ്പൊ നമുക്കൊരു നൊങ്ക് കഴിച്ചാലോ? അപ്പൊ നമുക്ക് നമ്മൾ ആദ്യമായിട്ടാണ് ടേസ്റ്റ് ചെയ്യുന്നത് കേട്ടോ. ഇതാണ് നൊങ്ക്. ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ചേട്ടൻ നമുക്ക് നൊങ്ക് വെട്ടിക്കൊണ്ട് തന്നിരിക്കുവാണ്. അത് കരിക്ക് പോലെയാണ് വെട്ടിത്തരുന്നത്. പനയുടെ ഓല വെച്ച് പാത്രം പോലെ ഉണ്ടാക്കുന്നത് കണ്ടോ? ഇതിനകത്താണ് നൊങ്കിട്ട് തരുന്നത്. ഞാനിത് കഴിക്കാൻ വേണ്ടി വെയിറ്റിംഗ് ആണ്. കാരണം ഞാനിത് കഴിച്ചിട്ടില്ല. ഞാൻ ആദ്യമായിട്ടാണ് ഇത് കഴിക്കുന്നത്. ഓരോന്നായിട്ട് വെട്ടിയിട്ടിട്ടുണ്ട്. വെല്ലുവാപ്പം പറഞ്ഞു മതി മതിയെന്ന്. ഞാൻ ആദ്യമായിട്ടാണ് ടേസ്റ്റ് ചെയ്യുന്നത്. ഞാനൊന്ന് തിന്ന് നോക്കട്ടെ. എനിക്കിത് കണ്ടിട്ട് തന്നെ കൊതിയായിട്ട് പാടില്ല. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. കഴിച്ചിട്ടില്ലാത്തവർ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണേ. എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതാണ് നൊങ്കിൻ്റെ മരം. ഇതിനകത്ത് കുറേ ഉണ്ട്. ഇനി നമ്മൾ പോകുന്നത് തിരുമലക്കോവിൽ എന്ന് പറഞ്ഞ അമ്പലത്തിലേക്കാണ്. നമ്മുടെ അല്ലു അർജുൻ്റെ പുഷ്പ സിനിമ ഷൂട്ട് ചെയ്തത്. എനിക്ക് ആ സിനിമ ഭയങ്കര ഇഷ്ടമാണ്. അമ്മായമായ ആഗ്രഹമാണ് അവിടെ പോവാൻ. അവിടെ ആണെങ്കിൽ നിൽക്കാൻ പറ്റാത്ത പോലെ കാറ്റാ. നമ്മളെ പറത്തിക്കൊണ്ട് പോവും. അതുപോലെ ഡ്രസ്സെല്ലാം എൻ്റെ പോവുക. എൻ്റെ മുടി നോക്കിയേ. ഞങ്ങൾക്ക് ആർക്കും നിൽക്കാൻ പറ്റത്തില്ലായിരുന്നു. എല്ലാം കൂടെ എല്ലാവരും അങ്ങ് പറത്തിക്കൊണ്ട് പോവുക. അത് കഴിഞ്ഞിട്ട് ഒരു വിധത്തിൽ ഞാൻ അവിടെ നിന്നു. ഇത് കണ്ടോ, എന്നെ പറത്തിക്കൊണ്ട് പോകാൻ നേരത്ത് ഞാൻ അങ്ങോട്ട് ചാടി. എൻ്റെ ഡ്രസ്സെല്ലാം പൊങ്ങുമായിരുന്നു. ഞാൻ അന്നേരം ഇങ്ങനെ താത്തി പിടിക്കാൻ നേരത്ത് അത് പോവുമായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ അമ്പലത്തിലേക്ക് സ്റ്റെപ്പ് പോയി. പിന്നെ അവിടെ നിൽക്കാൻ പറ്റാത്ത പോലെ കാലിൽ ചൂടായിരുന്നു. പിന്നെ ഞങ്ങൾ അമ്പലത്തിൻ്റെ പുറത്തൂടെ ചുറ്റി നടന്ന് എല്ലാം കണ്ടു. പിന്നെ ഞങ്ങൾ അതിരസം വാങ്ങിച്ച് കഴിച്ചു. നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. അതിൻ്റെ ഉള്ളിൽ ഭയങ്കര ടേസ്റ്റായിട്ടോ. ഇത് തമിഴ്നാട്ടിൽ വന്നാലേ കിട്ടത്തുള്ളൂ. പിന്നെ ഞങ്ങൾ അതിൽ മുഴുവൻ നടന്നു. ഈ വെള്ളക്കൂടെ ചവിട്ടിയാൽ കാല് കൊള്ളത്തില്ല. ബാക്കി എവിടെ ചവിട്ടിയാലും വെയിൽ കാരണം കാല് കൊള്ളും. പിന്നെ അവിടെ മുഴുവൻ ചുറ്റിക്കറങ്ങി കണ്ടു. ഞങ്ങളെല്ലാവരും കൂടെ അവിടെ ഇരുന്ന് റെസ്റ്റ് എടുത്തു. മമ്മി, വെല്ലുവപ്പയും, പ്രിയ ചേച്ചി എല്ലാവരും ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ വരുന്ന വഴിക്ക് കാറ്റാടി കണ്ടു. നല്ല രസമായിരുന്നു കാണാൻ. പിന്നെ ഞങ്ങൾ പോകുന്ന വഴിക്ക് കടയിൽ കയറി ചായ എല്ലാം കുടിച്ചു. ചായയും കേക്കും കഴിച്ചു. നല്ല ചായ ആയിരുന്നു. ഭയങ്കര ചൂടായിരുന്നു. ഒരു വിധത്തിൽ ഞാനത് കുടിച്ചു. പിന്നെ എനിക്ക് ഏറ്റവും വലിയ എനിക്കിഷ്ടമുള്ള സാധനം ഞാൻ കണ്ടു. കുറേ നാളായിട്ട് ഞാൻ തേടി നടന്ന സാധനം കേട്ടോ ഇത്. അന്ന് ഞാൻ സ്വന്തമാക്കി ഗൈസ്. ഇത് ഞാൻ തേടി നടക്കുമായിരുന്നു. ഇതെനിക്ക് കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷമായി. ഇതേ നോക്കിയേ, ചെവി ആനങ്ങുന്ന കണ്ടോ? ഇതെനിക്ക് വെല്ലുവപ്പയാണ് വാങ്ങിച്ചു തന്നെ. ഞാൻ വെല്ലുവപ്പയുടെ തലയിൽ വെച്ചു. ഭാഗ്യത്തിന് എന്നെ ഒന്നും പറഞ്ഞില്ല. എനിക്ക് ഭയങ്കര ചിരി വന്ന് ഞാനത് എടുത്ത് കുറേ നേരം അത് കളിച്ചു. പിന്നെ ഞങ്ങൾ തെങ്കാശി ഗോപുരം കാണാൻ പോയി. നല്ല രസമായിരുന്നു ഗോപുരമൊക്കെ കാണാൻ. ഞാൻ അവിടെ പോയി നടക്കുകയൊക്കെ ചെയ്തു. അവിടെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഇങ്ങോട്ട് തിരിച്ചു പോന്നു. പിന്നെ ഞങ്ങൾ പോകുന്ന വഴിക്ക് ഫ്രൂട്ട്സ് കടയെല്ലാം കണ്ടു. എന്ത് രസമായിരുന്നു കാണാൻ. പല തരത്തിലുള്ള ഫ്രൂട്ട്സ് ആയിരുന്നു. കപ്പളങ്ങ ഉണ്ടായിരുന്നു, പിന്നെ ഓറഞ്ച് ഉണ്ടായിരുന്നു, മാങ്ങ ഉണ്ടായിരുന്നു. മാങ്ങ നല്ല ടേസ്റ്റായിരുന്നു. പച്ചമാങ്ങ. കടയിലുള്ള നല്ല പച്ചമാങ്ങ. പഴുത്ത മാങ്ങ. അങ്ങനെ ഒരുപാട് ഫ്രൂട്ട്സുകൾ ഉണ്ടായിരുന്നു. എല്ലാം കണ്ടിട്ട് തിരിച്ചിങ്ങോട്ട് പോന്നു. അപ്പോൾ ബൈ, സീ യു.